പടം വളരെ മോശമാണ്, വളരെ മോശം. 3 മണിക്ക് ഫസ്റ്റ് ഹാഫ് മാത്രം കൊള്ളാം, സെക്കൻഡ് ഹാഫ് കണ്ടു തീർക്കാൻ പോലും പറ്റൂല. വളരെ മോശം, വളരെ മോശം, വളരെ മോശം. പൃഥ്വിരാജിന്റെ പുഷ്പ എന്നാണ് പറഞ്ഞത്. പുഷ്പയായിട്ടൊന്ന് കമ്പയർ ചെയ്ത് വിലകളയില്ല പ്ലീസ്. ഞാൻ നോവൽ സത്യം വായിച്ചിട്ടില്ല. നോവൽ ഇങ്ങനെയാണെന്ന് എനിക്കറിയാം. സത്യം 3 മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റും. സെക്കൻഡ് ഹാഫിൽ ഒരു ചൈതന്യം വരുന്നൊരു സംഭവം ഉണ്ട്, പീക്ക് ലെവൽ സാധനം. അയ്യോ, അവിടെ നിന്ന് ചിരിയായിരുന്നു ആൾക്കാർ. അമ്മാതിരി അപരാധം ഉണ്ട് ഇതിനകത്ത്, അപരാധം. ഈ പടത്തിനകത്ത് ഈ ഇന്റർമിഷന് മുമ്പ് ഒരു 20 മിനിറ്റ് ഉണ്ട്, ഒരു ചേസ് സീന്. അപ്പൊ നമ്മൾ വിചാരിക്കും പടം ഒന്ന് ക്ലിക്ക് ആയി, അത് മാത്രം കൊള്ളാന്നുള്ളൂ, വേറെ ഒന്നുമില്ല ഈ പടത്തിൽ. കുറെ അൺമാനുവൽ ഇല്ലോജിക്കൽ കുറെ സീൻസ് ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ ഒരു മലയാള സീനൊക്കെ ഉണ്ട്. ഞാൻ ആലോചിക്കുന്ന സംഭവം ഇതൊക്കെ പുള്ളി കുഴപ്പമില്ല, പക്ഷെ നടി എന്തിനൊക്കെ. എന്താണ് പ്രശ്നപ്പെട്ടത്? പടത്തിൻ്റെ BGMഉം പിന്നെ തുടക്കത്തിലെ പൃഥ്വിരാജിൻ്റെ അഭിനയവും അതേപോലെ ഷമി തെലങ്കത്തിൻ്റെ അഭിനയമൊക്കെ സൂപ്പറായിട്ടുണ്ട്. കാരണം തുടക്കത്തിൽ പൃഥ്വിരാജിൻ്റെ നമ്മുടെ കുറച്ച് സീൻസ് ഉണ്ട്, അതൊക്കെ അടിപൊളി. അതേപോലെ ഷമി തെലങ്കത്തിൻ്റെ അഭിനയമൊക്കെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ BGM എടുത്ത് പറയേണ്ട കാര്യം, അടിപൊളി പടം, കൊള്ളാം. നോവൽ വായിച്ചിട്ടുണ്ട്. നോവല് നമുക്കത് ഇൻ്റർവെല്ലിൻ്റെ ആ ഒരു ഭാഗം എത്തുമ്പോഴാണ് നമുക്ക് നോവലിലോട്ട് പറഞ്ഞത്. പക്ഷേ അതുവരെ നമുക്ക് ഒരു ബോറുമില്ല. ആദ്യത്തെ ആ ഒരു ഇൻ്റർവെൽ വരെ തന്നെ 1.25 മണിക്കൂറുണ്ട്. പക്ഷേ 1.25 മണിക്കൂർ നമുക്കൊരു ലാഗോ ഒന്നുമില്ല. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷമാണ് നമ്മൾ നോവലിലോട്ട് പറഞ്ഞത്. പക്ഷേ പടം എന്തായാലും നല്ല എൻഗേജ് ചെയ്യണം, അടിപൊളി പടം. ഇല്ല, സ്ക്രിപ്റ്റ് വീക്കായിട്ട് തോന്നി. പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് നന്നായിരുന്നു, കൊള്ളാം. ഒരു വൺ ടൈം വാച്ചബിളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഷമി തെലങ്കനെ, പുള്ളി കൊള്ളാം, നന്നായിട്ട്. സിനിമ കൊള്ളാം, നല്ല പൃഥ്വിരാജിൻ്റെ ഒരു തിരിച്ചുവരവ് കാണുന്നുണ്ട്, കൊള്ളാം, നല്ല സിനിമ. എനിക്ക് ഇഷ്ടപ്പെട്ടു പൃഥ്വിരാജിൻ്റെ. ഒന്നാമത് പൃഥ്വിരാജിന് ഇതേപോലത്തെ കഥാപാത്രമാണ് വഴങ്ങുന്നത്. സിനിമ എൻസൈക്ലോപീഡിയയാണ്, പക്ഷേ ഇതേപോലുള്ള സിനിമകൾ ആണ് പൃഥ്വിരാജിനെ പോലുള്ള കഥാപാത്രം എടുക്കേണ്ടത്. ഇത് എടുത്തു കഴിഞ്ഞാൽ പൃഥ്വിരാജ് ജനങ്ങളെ ആകർഷിപ്പിക്കും. മറ്റൊന്ന് ചിലപ്പോൾ നെഗറ്റീവ് കഥാപാത്രങ്ങളായിരിക്കും. ഈ സിനിമ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇങ്ങനെ ഒരു സിനിമ വേണ്ടായിരുന്നു. അത് 5 വർഷം എന്തിനാണ് മെനക്കെട്ടെന്ന് എനിക്കറിയത്തില്ല. പിന്നെ പുള്ളിക്കാരി ഇങ്ങനെ സ്ക്രിപ്റ്റൊക്കെ എഴുതുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. എന്തുവാ ഇത്, കൊള്ളൂല എന്ന് വെച്ചാൽ കൊള്ളൂല, അറ്റ് സ്പീക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഹാഫിൻ്റെ എവിടെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു ജയിലറിൻ്റെ ഒരു സിങ്ക് വന്ന് ഇഷ്ടപ്പെട്ടു, ഓക്കെ. പിന്നെ അങ്ങോട്ട് വന്ന ഒരു ചേസിങ്, അപ്പോൾ പക്ക സാധനമായിരുന്നു ചേസീനൊക്കെ. നമ്മൾ പുഷ്പ 2 കണ്ട ഒരു ചേസീനൊക്കെ വന്ന് ഓക്കെ, അത് കൊള്ളായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് എൻ്റെ ആയപ്പോഴത്തേക്കും എന്തൊക്കെ പ്രതീക്ഷിച്ചു സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലും കാണുമെന്ന്. സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് വന്നപ്പോൾ എവിടെയൊക്കെ ഡ്യൂഡിൻ്റെ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. പിന്നെ സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്കും ഒട്ടും അവിടെ ഒരു സീരിയൽ ഇഴയ്ക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. ഇരുന്ന് വെറുപ്പിക്കുക ഒരു മനുഷ്യനാക്കി, ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എങ്ങനെയും ഇറങ്ങി പോകണമെന്നായിരുന്നു. എന്തൊക്കെയാണെങ്കിൽ എന്തോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, മനുഷ്യന് എന്തെങ്കിലും കണ്ടോണ്ടിരിക്കണ്ടേ. പിന്നെ കോൺസെപ്റ്റ് കുറേ മറ്റേ എല്ലാ സിനിമയിലും ഉണ്ടല്ലോ എൻ്റെ മറ്റേ ഫീമെയിൽ ക്യാരക്ടർ വലിയ കാര്യം. ഇവിടെ അതുപോലെ ട്രൈ ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല, ഒത്തില്ല, പോയി കയ്യിൽ നിന്ന് വാച്ച്. കുഴപ്പമില്ല, കൊള്ളാം ബ്രോ, നല്ല പടം, നല്ല പടം, കുഴപ്പമില്ല. പൃഥ്വിരാജിൻ്റെയും ഷമി തിലകൻ്റെ അഭിനയം സൂപ്പറായിരുന്നു. പിന്നെ കഥ നമ്മളൊരു എക്സ്പെക്ട് ചെയ്തത്ര വന്നില്ല, പക്ഷേ നെഗറ്റീവ് ഒന്നുമില്ല, കൊള്ളാം, നല്ല പടമാണ്, കൊള്ളാം. പൃഥ്വിരാജ് കൊള്ളാം. പേഴ്സൺ എനിക്ക് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാനില്ല, പക്ഷെ ഒരു മാസ് മസാല മൂവി, ഒരു പക്ക മാസ് എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ വൺ ടൈം വാച്ചായിട്ട് തോന്നി. പിന്നെ മൂവിയുടെ ലെങ്ത്ത് ഭയങ്കര ലെങ്തി ആയിട്ട് തോന്നി. 10-15 കയറിയിട്ട് ഇത് ഇപ്പോഴാണ് ഇറങ്ങുന്നത്. പോസിറ്റീവ്സ് പറയാനാണെങ്കിൽ BGM വാസ് റിയലി ഗുഡ്. ആൻഡ് എനിക്ക് ഇൻ പേഴ്സൺ അതിലൊരു വണ്ടി ജീപ്പുണ്ട്, 4x4 ഉണ്ട്, അത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡോഗിനെ അതിൽ കാണിക്കുന്നുണ്ട്. ഷമി തിലകൻ്റെ ആക്ടിങ്, ഹി ഹാവ് ഡൺ ആൻ എക്സലൻറ്റ് ജോബ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ലീഡ് ക്യാരക്ടർ, ഫീമെയിൽ ലീഡ് ക്യാരക്ടർ, പുള്ളിക്കാരത്തേക്ക് ഒരു മാസ്, ഒരു ബോൾഡ് ക്യാരക്ടറാണ് കൊടുത്തേക്കുന്നത്. ഷീ ഓൾസോ ഹാവ് ഡൺ വെൽ. പിന്നെ ഇൻ അഡീഷൻ ആയിട്ട് നെഗറ്റീവ്സ് ആയിട്ട് ഫീൽ ചെയ്തത് കുറച്ച് അൺവാണ്ടഡ് ക്യാരക്ടേഴ്സ് ഉള്ളതുപോലെ തോന്നി. ഇപ്പം സുരാജിൻ്റെ ഒക്കെ ക്യാരക്ടർ അതിന് ഈ മൂവിക്ക് വേണമായിരുന്നു എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ നോ. പിന്നെ ഒരു പോലീസിൻ്റെ ക്യാരക്ടർ, ഒരു ഫോറസ്റ്റ് പോലീസിൻ്റെ ഒക്കെ, അതൊക്കെ ഒരു അൺവാണ്ടഡ് അഡീഷനായിട്ട് തോന്നി. ആസ് എ ഹോൾ ഒരു വൺ ടൈം കാണാം, അത്രയേ ഉള്ളൂ. പൃഥ്വിരാജാണ് ലീഡ് ചെയ്യുന്നത്, ഹിസ് വൺ മാൻ ഷോ ആ രീതിയിൽ.